കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ദുബായിലും അബുദാബിയിലും വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നത്. അബുദാബി സയ്യിദ് വിമാനത്താവളത്തിൽ ഒരാൾ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു. ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ അൽ അഹമ്മദി റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത്. വിശദാംശങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, ഗൾഫ് മേഖലയിൽ ഉണ്ടായ ആക്രമണങ്ങളാണ് സ്വാഭാവികമായും മലയാളികളെയൊക്കെ ഏറ്റവും ആശങ്കപ്പെടുത്തിയത്. അത് ഏത് നിലയ്ക്കാണ് ഇപ്പോൾ? ഇത് ഏതാണ്ട് നിയന്ത്രണ വിധേയമായിരുന്നു ആക്രമണങ്ങൾ. എല്ലാ ആക്രമണങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിന് ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞു എന്ന് കണക്കാക്കാമോ? ഹർഷൻ, ഈ ഒമാൻ ഒഴികെയുള്ള മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഈ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. ഈ ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളെല്ലാം, എന്നീ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ആക്രമണത്തിന്റെ തോതുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ സയ്യിദ് വിമാനത്താവളത്തിലെ ഉണ്ടായ ഒരു ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിനു പുറമെ ഈ ദുബായിലെ തന്നെ ഒരു തുറമുഖത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തുറമുഖത്തിൽ, പോർട്ടിൽ നേരിട്ട് ഈ സൈനിക വിന്യാസമൊന്നും ഇല്ലെങ്കിൽ തന്നെയും വലിയ തോതിലുള്ള അമേരിക്കൻ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു മേഖലയായിരുന്നു ഇത്. ആ ഒരു കാര്യം കൊണ്ടാണ് അവിടേക്ക് ആക്രമണം ഉണ്ടായതെന്ന് പറയാം. ബഹ്റൈനിലെ തന്നെ ഈ അമേരിക്കൻ നാവികസേനയുടെ ഒരു കപ്പൽപ്പടയുണ്ട്, 5th ഫ്ലീറ്റ് എന്ന് പറയുന്ന കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ഈ ബഹ്റൈനിലെ ആക്രമിക്കപ്പെട്ടത്. ഈ പേർഷ്യൻ ഉൾക്കടൽ, ചെങ്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങൾ എന്നിവ ഈ മേഖലകളിലേക്കുള്ള ഈ സൈനിക വിന്യാസം ഉൾപ്പെടുന്ന ഒരു 5th ഫ്ലീറ്റ് US സൈന്യത്തിന്റെ ഉള്ള ഭാഗമാണ് ഈ ബഹ്റൈനിൽ ആക്രമിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഖത്തറിൽ ഈ ദോഹയിലെ അൽ ഉദൈദ് ഈ സൈനിക താവളം എന്ന് പറയുന്നത്, കഴിഞ്ഞ ജൂൺ മാസവും ഈ അൽ ഉദൈദിൽ ആക്രമണം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള തീപിടുത്തമെല്ലാം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ അൽ ഉദൈദിലും ഇത്തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ് അൽ ഉദൈദ് എന്ന് പറയുന്നത്. അവിടെയും ഇത്തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലെ അൽ സലീം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ് എന്നീ പ്രധാന താവളങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. UAEയിൽ ഏകദേശം 136ഓളം മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു എന്നാണ് പറയുന്നത്, തൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത്. അതിൽ 134 ഇന്റർസെപ്റ്റ് ചെയ്തു, തകർക്കാനായി, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ തകർക്കാനായി എന്ന് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ചെറിയ തോതിലോ വലിയ തോതിലോ ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ, സാങ്കേതിക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ചെറിയ തോതിൽ 4 പേർക്ക് പരിക്കേറ്റതായിട്ടുമുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഇറാഖിലും, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇറാഖിലും ജോർദാനിലെയും US വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രധാനമായിട്ടും ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ, സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ഒരു ആക്രമണ സാധ്യത മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഈ എയർ സ്പേസ്, ഈ രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കാൻ അമേരിക്കയോ ഇറാനെയോ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടെടുത്തായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ദൂരം പാലിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു 2 രാജ്യങ്ങൾക്കും ഈ എയർ സ്പേസ് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കില്ല എന്നുള്ളൊരു നിലപാട് ഈ ഗൾഫ് രാജ്യങ്ങൾ എടുത്തത്. എന്നാൽ ഈ അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ ഗൾഫ് മേഖലകളിലെല്ലാം തന്ത്രപ്രധാനമായിട്ടുള്ള നിരവധി വ്യോമത്താവളങ്ങളും അതുപോലെ തന്നെ സൈനിക സജ്ജീകരണങ്ങളും ഈ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൂടെയുള്ള ഈ അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെ സഞ്ചാരവും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ ഇറാന്റെ ലക്ഷ്യസ്ഥാനമായി ഈ പശ്ചിമേഷ്യയിലെ ഈ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇറാഖിൽ അടുത്തിടെയാണ് അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എങ്കിലും അവിടെ ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ എയർബേസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയും ജോർദാനിലെയും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുകയുണ്ടായി. ഇവിടെ ഒമാൻ മാത്രമാണ്. ഈ ഒമാൻ പ്രധാനമായിട്ടും ഈ അടുത്തിടെ ഉണ്ടായ സംഘർഷങ്ങളിലായാലും ആണവ ചർച്ചകളിലായാലും ചർച്ചകൾക്ക് വേദിയായ ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ടും ഈ ജൂണിലെ ആക്രമണങ്ങൾക്കും മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യമാണ്. ഒമാനും ഖത്തറുമായിരുന്നു അന്ന് മധ്യസ്ഥത വഹിച്ചിരുന്നത്. ഇത്തവണ ഒമാനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇറാന്റെ ആക്രമണം ഉണ്ടാകാതിരുന്നത്. ഇതിനു പുറമെ ഇസ്രയേലിലേക്കുള്ള വലിയ തോതിലുള്ള ആക്രമണം വീണ്ടും തുടരുന്നുണ്ട്. വലിയ രീതിയിൽ ജെറുസലേമിലും അതുപോലെ ടെൽ-അവീവിലും വടക്കൻ ഇസ്രയേലിലും മധ്യ ഇസ്രയേലിലുമായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണവും പുരോഗമിക്കുകയാണ്. ഹർഷൻ, അനുപമയാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ബഹ്റൈൻ